ബീഹാറിൽ മുൻ മുഖ്യമന്ത്രിമാരാണ് ലാലു പ്രസാദ് യാദവും റാബ്രി ദേവിയും രണ്ടുപേർക്കുമായിട്ടൊരു ബംഗ്ലാവ് അനുവദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരെ ബംഗ്ലാവിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒഴിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. സത്യമാണ്. കാരണം ഇപ്പൊ BJP ആണല്ലോ ഡ്രൈവിംഗ് സീറ്റില്. അതെ, നിതീഷ് കുമാർ എന്താ പറയാ ഒരു കുറച്ച് ഇളവുകൾ റാബ്രി ദേവിക്കും ലാലുവിനൊക്കെ കൊടുത്തിരുന്നു ഇതുവരെ. അതെ, കാരണം ഒരു വലിയ ബംഗ്ലാവ് അവർക്ക് കൊടുത്ത് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 10 സർക്കുലർ റോഡ് ബംഗ്ലാവ്, മറ്റേ 10 ജൻപത്ത് എന്നൊക്കെ പറയില്ലേ ഡൽഹിയില് എന്ന് പറയുന്ന പോലെ നമ്മൾ പാട്നയിൽ ചെന്ന 10 സർക്കുലർ റോഡ് എന്ന് പറയുന്നത് ഒരു വലിയ ബംഗ്ലാവ് അധികാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ ചർച്ച, അട്ടിമറി ചർച്ചയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം, പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ പാട്നയില്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 ദശകമായിട്ട് ഇവരുടെ കയ്യിലിരുന്ന സർക്കാർ ബംഗ്ലാവാണ് ഇത്. അപ്പൊ റാബ്രി ദേവി ഇപ്പോ അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, നിയമസഭ മാത്രമല്ല കൗൺസിലും ഉണ്ട്. ആ കൗൺസിലില് പ്രതിപക്ഷ നേതാവാണ് റാബ്രി ദേവി. അപ്പൊ അതനുസരിച്ചിട്ട് അവർക്ക് ഒരു ഔദ്യോഗിക വസതിയോ ഫ്ലാറ്റോ അക്കോമഡേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ സർക്കാരിന്റെ ഒരു വസതിക്ക് അവർക്ക് അർഹതയുണ്ട്. അപ്പോ ഈ അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ 75 മെമ്പേഴ്സ് ഉണ്ട്, മറ്റേ നിയമസഭയിൽ 243. അപ്പൊ ഇങ്ങനെ വലിയ നിയമസഭയുള്ള സ്ഥലത്തൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. നിതീഷ് കുമാർ നിയമസഭയിലേക്ക് മത്സരിച്ചില്ലല്ലോ, കാരണം അദ്ദേഹത്തിന് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നാ മതി. പിന്നെ അവിടെ കുശ്വാഹയുടെ മകൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അയാള് 6 മാസത്തിനകം സാധാരണഗതിയിൽ മത്സരിക്കണം, MLA അല്ലായിരുന്നു. വേണ്ട, ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ കർണാടകയിലൊക്കെ ഉണ്ട്. അപ്പോ ഇത് 2 ദശകമായിട്ട് ഇവര് വാണിരുന്ന 10 സർക്കുലർ റോഡ് എന്ന് പറഞ്ഞ വലിയ ബംഗ്ലാവ് അവിടെ നിന്ന് അവരെ പുറത്തിറക്കുന്നു. അത് BJP ഡ്രൈവിംഗ് സീറ്റിൽ വന്നതിൻ്റെ ഒരു ഗുണം കൂടിയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോഴാണ് അവിടെ മുൻ മുഖ്യമന്ത്രിമാർക്ക് നിതീഷ് കുമാർ വസതികൾ, ഔദ്യോഗിക വസതികൾ അനുവദിക്കുകയും പിന്നീട് അത് കോടതി റദ്ദാക്കുകയും ചെയ്ത സംഭവവും ബീഹാറിലുണ്ട്. ഇവിടെയൊക്കെ മുൻ മുഖ്യമന്ത്രി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാവൊന്നുമില്ലല്ലോ, ഒരു സ്ഥലത്തും ഇല്ലത്. അപ്പോൾ 15 കൊല്ലം ലാലുവും റാബ്രിയും അവിടെ ഭരിച്ചു. 2005 പ്രതിപക്ഷത്തെത്തി. നിതീഷ് കുമാർ താമസിക്കുന്നത് 1 അനി മാർഗ് എന്ന് പറഞ്ഞ ഔദ്യോഗിക വസതിയിലാണ്. റാബ്രി ഔദ്യോഗിക വസതി ഒഴിഞ്ഞപ്പോൾ, അതായത് അവര് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയല്ലോ, നിതീഷ് വന്നു. അങ്ങനെ റാബ്രി ഒഴിയുമ്പോൾ അവർക്ക് കൊടുത്ത വീടാണ് ഈ 10 സർക്കുലർ റോഡ് ബംഗ്ലാവ്. അവിടെ തന്നെ തുടരുകയാണ് അവര് പിന്നീട് 20 കൊല്ലമായിട്ട്. 2005 കൊടുത്തത് 20 കൊല്ലമായിട്ട് തുടരുന്നു. അത് മുഖ്യമന്ത്രിയുടെ നിതീഷ് കുമാറിന്റെ ബംഗ്ലാവിന്റെ തൊട്ടടുത്താണ് ഈ ലാലു പ്രസാദും റാബ്രിയും താമസിക്കുന്നത്. അപ്പൊ 2015 ഈ നിതീഷ് കുമാർ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ത്യയിലല്ല നിതീഷ് കുമാർ. അപ്പോൾ തേജസ്വി യാദവ് അതിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഉപമുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് തേജസ്വി യാദവിന് 5 ദേശരത്ന റോഡ് വസതി ബംഗ്ലാവ് ആണ് അനുവദിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ തേജസ്വി യാദവ് വേറെ ഔദ്യോഗിക വസതിയിലെ താമസിച്ചത്, ലാലും റാബ്രിയും താമസിക്കുന്ന സ്ഥലത്തല്ല. 5 ദേശരത്ന. അവിടെ വലിയ പരിഷ്കാരങ്ങൾ, നമ്മുടെ കേജ്രിവാൾ വീട്ടിൽ കുറെ പരിഷ്കാരം നടത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇയാൾ ഈ ഔദ്യോഗിക വസതിയിൽ ഒരുപാട് പരിഷ്കാരം നടത്തിയത് വലിയ വിവാദമായിരുന്നു. ഇയാൾക്കായിരുന്നു കെട്ടിട നിർമ്മാണ വകുപ്പും ഒക്കെ. അപ്പോൾ ഇഷ്ടം പോലെ എടുത്ത് ചെലവാക്കാനായിട്ട് ആൾക്കുണ്ടായിരുന്നു. 2017 NDAയുടെ കൂടെ ചേർന്നു നിതീഷ്. അപ്പോൾ സുശീൽ കുമാർ മോദി BJPയുടെ ഉപമുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരിച്ചല്ലോ കഴിഞ്ഞ കൊല്ലം. അപ്പോൾ തേജസ്വിയോട് ഒഴിയാനായിട്ട്, ഔദ്യോഗിക വസതി ഒഴിയാനായിട്ട് അന്ന് ആവശ്യപ്പെട്ടു. അയാൾക്ക് ഉപമുഖ്യമന്ത്രി ആയിരുന്ന വസതി പിന്നെ വെക്കാൻ അവകാശമില്ലല്ലോ. സുശീൽ കുമാർ മോദി BJPയുടെ ഉപമുഖ്യമന്ത്രിയായി ഒഴിയാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അയാള് ഹൈക്കോടതിയിൽ കേസിന് പോയി, ഔദ്യോഗിക വസതി ഒഴിയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട്. മണ്ടനാണല്ലോ. അപ്പോൾ കോടതിയിൽ പോയി. അപ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ കോടതി തള്ളി. സിംഗിൾ ബെഞ്ച്
തള്ളി. സിംഗിൾ ബെഞ്ച് തള്ളിയപ്പോൾ ഇയാൾ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് AP സാഹിയും ജസ്റ്റിസ് അഞ്ജൻ മിശ്രയും അത് കേട്ടു, വാദം കേട്ടു. അവരും സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ തള്ളിപ്പോയി. ഒരാൾക്കൊരു സ്ഥലത്ത് മറ്റേ MLA ആണ് എന്ന് പറഞ്ഞിട്ടേ ഒരു ഔദ്യോഗിക വസതിയിൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റുമോ? അതാണ് അയാൾ ചെയ്തത്. അത് കഴിഞ്ഞ് ആ കേസ് ഈ തേജസ്വി യാദവ് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോഴാണ് ഒരു വിവരം പരസ്യമായത്. അതായത് നിതീഷ് സർക്കാർ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. അതനുസരിച്ചിട്ട് മുൻ മുഖ്യമന്ത്രിമാർക്ക് ബംഗ്ലാവ്, വാഹനം, സുരക്ഷ, സ്റ്റാഫ് ഇതൊക്കെ മുൻ മുഖ്യമന്ത്രിമാർക്ക് കൊടുക്കാൻ ഒരു നിയമം നിതീഷ് കുമാർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് പുറത്തു വന്നത്. 2019 ഫെബ്രുവരി 19 ഈ വിധി. തേജസ്വി യാദവിനെ ഈ ഔദ്യോഗിക ബംഗ്ലാവിൽ തുടരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ഹർജി തള്ളുന്നത് അന്നാണ്. അപ്പൊ തേജസ്വി യാദവിനോട് ഒഴിയാൻ പറഞ്ഞു. അതോടുകൂടി ഹൈക്കോടതി എന്ത് പറഞ്ഞു എന്നറിയോ? മുൻ മുഖ്യമന്ത്രിമാർ ഒഴിയണം, അവർക്ക് ഇങ്ങനെ താമസിക്കാൻ അവകാശമില്ല. ഔദ്യോഗിക ബംഗ്ലാവുകളിൽ താമസിക്കാൻ അവർക്ക് അവകാശമില്ല. MLA ആണെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാർട്ടേഴ്സോ സംഗതിയൊക്കെ കിട്ടും. മുൻ മുഖ്യമന്ത്രി എന്നും പറഞ്ഞിട്ട് താമസിക്കാൻ അവകാശമില്ല, നിയമമില്ല, അത് നിയമവിരുദ്ധവുമാണ് എന്ന് ഹൈക്കോടതി വിധിച്ചു. അപ്പം മുൻ മുഖ്യമന്ത്രിമാരൊക്കെയാണ് രാബ്രി യാദവ്, ജഗന്നാഥ് മിശ്ര പഴയ കോൺഗ്രസിന്റെ, ജിതൻ റാം മഞ്ചി. ഈ ജഗന്നാഥ് മിശ്ര ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ വീട്ടിൽ പോയിട്ട്. അപ്പൊ ജഗന്നാഥ് മിശ്ര കേരളത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് വലിയ ഇംപ്രഷനോട് കൂടിയാണ് സംസാരിച്ചത്. നിങ്ങളവിടെ ഭൂപരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെ വലുതായിട്ട്. ഭൂപരിഷ്കരണം നടപ്പാക്കിയതിന്റെ കഥ നമുക്കറിയാം. അവരുടെ വലിയ ഇമേജ് ഒക്കെയാണല്ലേ. അപ്പോ ഞാൻ ഈ ജഗന്നാഥ് മിശ്രയെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ അയാൾ ഈ ഭൂപരിഷ്കരണത്തിനെ പ്രശംസിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഒരു അസംബന്ധമാണല്ലോ. അപ്പൊ ജിതൻ റാം മഞ്ചി അതാണ് മുൻ മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞത്. റാബ്രി പ്രതിപക്ഷ നേതാവായതുകൊണ്ട്, ഈ റാബ്രി എന്ന് പറഞ്ഞ ഒരു പലഹാര, അവരുടെ സഹോദരിയുടെ പേര് എൻ്റെ ഓർമ്മ ജിലേബി എന്നാണെന്നാണ്. ആ പലഹാരത്തിന്റെ പേരാണ് അവര് വീട്ടിലെല്ലാവർക്കും ഒക്കെ. അപ്പൊ റാബ്രി പ്രതിപക്ഷ നേതാവായത് കൊണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലില് പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അവർ ആ ബംഗ്ലാവില് തുടരുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോ നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ അവർ തുടർന്ന. അവിടെ നിന്നാണ് ഇപ്പോൾ ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ നിതീഷ് ലാലു കുടുംബത്തിന് അങ്ങനെ തൊടാൻ പോയില്ല. ഇപ്പൊ BJP ഡ്രൈവിംഗ് സീറ്റിൽ വന്നു. ആഭ്യന്തരമന്ത്രി ഇപ്പോ സമ്രാട് ചൗധരിയാണ് BJPയുടെ. ഇനി BJPയുടെ മുഖ്യമന്ത്രി ആവുന്നതൊക്കെ സമ്രാട് ചൗധരി ആയിരിക്കും. കാരണം രണ്ടുപേരുണ്ടല്ലോ അവിടെ, വിജയകുമാർ സിൻഹ. അപ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട് BJPയുടെ. ഇദ്ദേഹത്തിനാണ് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പും 20 കൊല്ലത്തിന് ശേഷമാണ് നിതീഷ് കുമാർ ഒഴിയുന്നത്. അപ്പോൾ റാബ്രിക്ക് ഇപ്പോൾ ഉത്തരവ് വന്നു. 39 ഹാർഡിംഗ് റോഡ് അവിടെയാണ് വസതി. അത് ചെറിയ വസതിയാണത്, ഇത്രയും വലിയ ആഡംബര വസതി അല്ല. അപ്പോൾ അവര് മറ്റേ ലെജിസ്ലേറ്റീവ് കൗൺസിലില് പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഒരു ഔദ്യോഗിക വസതി കൊടുക്കണം. മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ളതല്ല. അത് നേരത്തെ തന്നെ ഹൈക്കോടതി റദ്ദാക്കിയതാണ്. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വലിയ ബംഗ്ലാവ് ആവശ്യപ്പെടാൻ കഴിയില്ല അവർക്ക്. കാരണം എന്താണ്? അവരുടെ മകൻ തേജസ്വി യാദവ് കേസിൽ തോറ്റുപോയതാണ്. മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവകാശവാദം ഇല്ല. അപ്പൊ കൊണ്ടുപോയി ഇനി കേസും കൊടുക്കാൻ പറ്റില്ല. കേസ് കൊടുത്താൽ അത് ഓൾറെഡി തോറ്റുപോയ കേസാണല്ലോ, മകൻ തോറ്റുപോയ കേസാണ്. അപ്പോൾ കൂളായിട്ടെന്നോ ശാന്തമായിട്ടെന്നോ ഒക്കെ പറയാം, അങ്ങോട്ട് മാറുക, അത്രയുണ്ട് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.